ആ പിള്ളേര് കളിക്കുന്നൊക്കെ കറക്റ്റായിട്ട് അവിടെ തന്നെ നിന്നാ മതി, പന്തിക്ക് വരണ്ട. ആ പിള്ളേര് കളിക്കുന്നൊക്കെ അവിടെ കൊച്ചി കൊയിലാണ്ടി കല്യാണി വരെ കറക്റ്റായിട്ട് കളിക്കണ്ടേ. അവിടെ പോയത് വാട്ടർഫാളിൽ പോയത് ഈ 3 എണ്ണത്തിനെ പിടിച്ചു. ചിരാപ്പൂഞ്ചി ഒന്ന് കിട്ടണേ, ചിരാപ്പൂഞ്ചി ഒന്ന് എടുക്കണേ, നല്ല ഒന്ന് ക്ലോസപ്പ് അല്ലെങ്കിൽ ചിരാപ്പൂഞ്ചി ഒന്നും അർത്ഥം തന്നെ. ചിരാപ്പൂഞ്ചി കിട്ടിയോ? ചിരാപ്പൂഞ്ചി മഴയെത്തി. ചില്ലി ആയിരിക്കോ? അത് സ്ട്രോങ് കൂടിപ്പോയി. വണ്ടി നമുക്ക് ഇവിടെ ഇടാം. എന്നിട്ട് ജോൺസണോട് പറയാം ഇവിടെ വന്ന് എടുത്തോളാം. ലൊക്കേഷൻ ജോൺസൺ അയച്ചു കൊടുക്കാം. ചവിട്ട് ചവിട്ട് അമ്മ ഇടിച്ചു നിർത്തണ്ട, ഇടിച്ചു നിർത്തണ്ട. അല്ല ഞാനിപ്പോ എന്തിനപ്പോ മാപ്പ് ഓൺ ആക്കി ഇരിക്കുന്നത്? ഞാൻ അതിലിരുന്ന പോരെ, നീ അവിടെ കയറ്റി നിർത്തിയാ മതി. അപ്പൊ അവരോട് പറഞ്ഞാ മതി. അല്ല അതിന്റെ ഉള്ളിലുണ്ടാവും. പബ്ലിക്കായിട്ട് എഴുതി വെച്ചിട്ടുണ്ടല്ലേ വണ്ടി എവിടെ പാർക്ക് ചെയ്യും? വണ്ടി പറ്റും. ഏതായാലും ആ സിസ്റ്റർ സംബന്ധിച്ചു കൂടെ നടക്ക്, ഒറ്റയ്ക്ക് ഓടാതെ. അമ്മ അമ്മ മിസ്റ്റർ ഭാഗ്യലക്ഷ്മി
ഒരു ഡാൻസ് കളിക്കണേ ചേച്ചി, എല്ലാരും കൂടെ വന്നാലേ രസം ഉണ്ടല്ലോ. ഇത് ആരോട് ചോദിച്ചത്? നിനക്ക് അവരാകിട്ടില്ല. സ്റ്റെപ്പ് എങ്ങനെയാ? അയ്യോ, നമുക്ക് ഫോട്ടോ എടുത്തിട്ട് ആരെങ്കിലും വേണമല്ലോ ഈശ്വര. മലേഷ്യയിലേക്ക് പോയി അല്ല ഇത് എടുത്തിട്ട് വരണോ? കല്യാണി റെഡി ആയ ഇങ്ങനെ ഫോട്ടോ എടുത്തിട്ടേ ഈ ഫോട്ടോ എടുത്ത് സ്കൂളിന്റെ പ്രോസ്പെക്ടസിലിട്ട കല്ലും കൂടെ നോക്കിയേ. ഇതുപോലത്തെ കൊറേ സംഭവങ്ങൾ വാങ്ങിട്ട് വേറെ എവിടെയെങ്കിലും പോയി നിൽക്കാം. എന്നിട്ട് ഞാൻ ദുബായിൽ വന്നാലും ഇങ്ങനത്തെ കൊറേ സാധനങ്ങൾ എല്ലാം കിട്ടിയിട്ട് നോക്കി ഇവരെ പോലെ എന്തെങ്കിലും വിട്ടുപോയിണ്ടാ? ഇല്ലല്ല
അതെ ഞങ്ങൾ ഇൻഡിവിജ്വൽ ഫോട്ടോ എടുക്കും. അത് ചേട്ടാ ഒന്ന് മാറോ ഫ്രണ്ടിന്ന്. അതാ ചേട്ടനോട് അങ്ങനെ ഇങ്ങനെ മൂവ് ആയി വരും. ഇങ്ങനെ റൗണ്ട് എടുക്കുക. ഇവരെ എലഫന്റ് ഫാൾസിൽ പോയി പറക്കാം. നിങ്ങളൊക്കെ ആ പിള്ളേര് കളിക്കുന്നൊക്കെ കറക്റ്റായിട്ട് അവിടെ തന്നെ നിന്നാ മതി. പന്തിക്ക് വരണ്ട. ആ പിള്ളേര് കളിക്കുന്നൊക്കെ അവിടെ കൊച്ചി കൊയിലാണ്ടി കല്യാണി വരെ കറക്റ്റായിട്ട് കളിക്കണ്ടേ. അവിടെ പോയത് വാട്ടർഫാളിൽ പോയത് ഈ 3 എണ്ണത്തിനെ പിടിച്ചു. അങ്ങനെ നമ്മൾ ചിറാപുഞ്ചിയിൽ നിന്ന് വരുന്ന വഴി ഒരു ഹോട്ടലിൽ ഫുഡും കഴിച്ചാൽ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ല, അടിപൊളി ഫുഡായിരുന്നു. അതും കഴിച്ച് നമ്മൾ നേരെ എലിഫൻറ്റ് ഫാൾസിലോട്ടാണ് വന്നത് കേട്ടോ. അടിപൊളി സ്ഥലം തന്നെയാണ്. നമ്മളന്ന് രാത്രി വന്നിട്ട് കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞില്ലേ, ആ സ്ഥലമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അന്ന് അങ്ങോട്ട് പ്രവേശനം സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളവിടെ വന്ന സമയത്ത് ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ഇവരുടെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒത്തിരി പേര് ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു ആഗ്രഹം തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ എല്ലാവരും ഫസ്റ്റ് അവരൊന്നും വേണ്ട എന്ന് വിചാരിച്ചെങ്കിലും ഞാൻ നിർബന്ധിച്ചത് കൊണ്ട് എല്ലാവരും ഓക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും കുഞ്ഞുങ്ങളും ഞങ്ങളെല്ലാവരും ആ ഡ്രസ്സ് ഇട്ട് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം അടിപൊളിയാണെന്ന് പറഞ്ഞാൽ സൂപ്പറായിരുന്നു കാണാനായിട്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞങ്ങളിൽ എല്ലാവരെക്കാട്ടിലും ഏറ്റവും ഭംഗി ഞങ്ങളുടെ കല്ലുമ്മയ്ക്കായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കല്ലുവിൻ്റെ ആ ഫോട്ടോ. എന്ത് രസമാണ്, എനിക്ക് കണ്ടിട്ടും മതിയാവുകയില്ല കേട്ടോ. അത്രയ്ക്ക് ക്യൂട്ടായിരുന്നു കല്ലുമ്മയ്ക്ക് ആ ഡ്രസ്സ്. നിങ്ങളും കണ്ടിട്ടുണ്ടാവും അല്ലേ, നല്ല ഭംഗിയുണ്ടായിരുന്നു. അതേപോലെ അതിൻ്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ ഇത് അപ്പുറത്ത് ഫാൾസ് ഇതുപോലെയുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കാണാമെന്ന് വിചാരിച്ചു. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ശ്രീകുട്ടനാണ് ഈ വീഡിയോ എടുക്കുന്നത്, അതായത് ഏട്ടൻ്റെ മോൻ കേട്ടോ. ഞങ്ങൾ വിളിക്കുന്നത് ശ്രീകുട്ടൻ എന്നാണ്. അങ്ങനെ എന്താ പറയുക, നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയായിരുന്നു തോന്നി. ഈ എന്താ പറയുക, ഈ സ്ഥലത്തിന് എന്തുകൊണ്ടാണ് എലിഫൻറ്റ് ഫാൾസ് എന്ന് വരാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആനയെ പോലെ തോന്നിക്കുന്ന ഒരു വലിയ പാറ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. 1897 ഭൂകമ്പത്തിൽ ആ പാറ തകർന്നു പോയി എന്നാണ് പറയുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ആ പേര് തന്നെ തുടരുന്നതെന്ന് പറയുന്നത്. ഇതെനിക്ക് ചെറിയ കിട്ടിയൊരു അറിവാണ്. കറക്റ്റാണോ എന്നുള്ളത് എനിക്കറിയില്ല. വർഷവും കറക്റ്റായിട്ട് എനിക്ക് അത്ര അറിയത്തില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ എലിഫൻറ്റ് ഫാൾസ് എന്ന് പേര് വരാൻ കാരണം എന്നാണ് പറയുന്നത്. ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാവർക്കും ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്തു കൊടുക്കുകയായിരുന്നു. എന്താ പറയുക, നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അത് കണ്ടോ, അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ വെള്ളച്ചാട്ടങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. നല്ല ഭംഗി, ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു സ്ഥലങ്ങളിലെല്ലാം അവിടെ ഇത് കൂടെ പോയാലും ഭയങ്കര പച്ചപ്പായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി എന്താ പറയുക, ഞങ്ങളെല്ലാവരും ഒരേപോലെ എൻജോയ് ചെയ്ത ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു ട്രിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. എല്ലാവരും മാറി മാറി ഫോട്ടോസൊക്കെ എടുക്കുന്നു. ഇതാ കണ്ടോ ഫാൾസ്. ഇതുപോലെ ഒത്തിരി വെള്ളച്ചാട്ടങ്ങൾ അതിൻ്റെ അകത്തുണ്ട് കേട്ടോ. നമ്മൾ ഇവിടെ അധികമൊന്നും സമയം സ്പെൻഡ് ചെയ്യാൻ നിന്നിട്ടില്ല, കാരണം നമുക്ക് തിരിച്ചു പോകണമല്ലോ, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഒത്തിരി ടയേർഡായിരുന്നു നമ്മൾ. അങ്ങനെ എന്താ പറയുക, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. നല്ല രസമുണ്ട്, കാരണം നമുക്കിങ്ങനെ എന്താ പറയുക, ഒരു കാമും കൊയ്റ്റായിട്ട് ഇങ്ങനെ ഇരുന്ന് നമുക്ക് പച്ചപ്പും നമുക്ക് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റിയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അതാ കണ്ടോ എലിഫൻറ്റ് ഫാൾസ്. നല്ല രസമില്ലേ കാണാനായിട്ടല്ലേ. നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലം തന്നെയായിരുന്നു കേട്ടോ. ഒത്തിരി നമ്മൾ എൻജോയ് ചെയ്തു ഈ ഒരു ട്രിപ്പ്. നമ്മൾ പോകുന്ന സൈഡിലൊക്കെ ഇങ്ങനെ വെള്ളങ്ങൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒരേപോലെ എൻജോയ് ചെയ്യുകയും ചെയ്തു, അതേപോലെ തന്നെ ഒത്തിരി ടയേർഡാവുകയും ചെയ്തു കേട്ടോ. ഇങ്ങനെ കുഞ്ഞു ബാഗുകൾ, ഇവിടുത്തെ ഓരോ കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും നമ്മൾ അധികമൊന്നുമല്ല, കുഞ്ഞുങ്ങൾക്ക് മാത്രം എന്തോ 2 സാധനം വാങ്ങിച്ചു നമ്മൾ അവിടുന്ന് പോകുന്നു കേട്ടോ. അങ്ങനെ എന്താ പറയുക, ഭയങ്കര റേറ്റായിരുന്നു കേട്ടോ. അവിടെ ഭയങ്കര റേറ്റാണ് സാധനങ്ങളൊക്കെ കേട്ടോ. നമ്മൾ സംസാരിച്ച് വാങ്ങിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ പറ്റിക്കും കേട്ടോ. അങ്ങനെ എല്ലാവരും ഓരോരുത്തരെയും പിന്നിലോട്ടും ബാക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ് എല്ലാവരും. ഇല്ലേ എന്നൊക്കെ കേട്ടോ. നോക്കൂ എന്ത് രസം തുമ്പി പറക്കുന്നത് കാണാനല്ലേ. തുമ്പിയാണോ ബട്ടർഫ്ലൈ ആണോ എന്നറിയില്ല, എന്തായാലും ഭയങ്കര ഭംഗിയായിരുന്നു കാണാനായിട്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ കാറിൽ പോയി കയറി. അവിടുന്ന് നേരെ നമ്മൾ നമ്മുടെ റൂമിലോട്ടാണ് പോകാൻ പോകുന്നത് കേട്ടോ. റൂമിൽ പോയിട്ട് നാളെ നമ്മൾ തിരിച്ചു പോവാം എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ ഇരിക്കുന്നത് കേട്ടോ.
അപ്പം എന്താ പറയുക, ഒത്തിരി മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഭയങ്കര രസമുള്ള സ്ഥലം കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഒത്തിരി ആൾക്കാർ അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു. ഇത് ഫുള്ള് ടാക്സി കേട്ടോ, അതായത് ഷിലോങ് വരുന്നു, അവിടുന്ന് ആൾക്കാർ ടാക്സി പിടിച്ച് ഇങ്ങോട്ട് പോരുന്നു. അതാണ് ഇവിടെ ഇതാവുന്നുണ്ട്. അതായത് ഇപ്പം നമ്മൾ നാട്ടിൽ നിന്നൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗുവാഹത്തി പോയി അതുവരെ ഫ്ലൈറ്റ് ഉണ്ട്, അവിടുന്ന് നമ്മൾ കാറെങ്ങാനും പിടിച്ച് ഷിലോങ് വന്ന് അങ്ങനെയൊക്കെയാണ് അധികം ആൾക്കാരും ചെയ്യുന്നതെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഒത്തിരി മനോഹരമായ ഒരു സ്ഥലം, നമ്മളെല്ലാവരും ഒരേപോലെ എൻജോയ് ചെയ്ത ഒരു യാത്രയായിരുന്നു കേട്ടോ. ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു യാത്രയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ട്രിപ്പിൽ എനിക്ക് രേണുവിനെയും കുഞ്ഞുങ്ങളെയും ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുഴപ്പമില്ല, നമുക്ക് ഇനിയും ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ ഈ യാത്രയിൽ നിങ്ങളും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കണോ. എല്ലാവർക്കും